ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാടുള്ള ശിലാവാടികയിലോട്ടാണ് കേട്ടോ. വൈകുന്നേര സമയത്ത് അവിടെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. ഞാനും ഉണ്ണേട്ടനും അമ്മയും ഗംഗമോളും ഡോളിയും മുത്തും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ കയറി ചെല്ലുന്നത് സ്കേറ്റിങ്ങിന്റെ ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വലിയ പിള്ളേരും ഉണ്ട്, കുഞ്ഞു പിള്ളേരും ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഒരു കൊച്ചു വീണാണ് പോകുന്നത്. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവൻ വീണിട്ടും എഴുന്നേറ്റ് പിന്നെയും പോവുമായിരുന്നു. അങ്ങനെ പിള്ളേരുടെ സ്കേറ്റിംഗ് കണ്ട് കുറെ നേരം അവിടെ തന്നെ നിന്നു കേട്ടോ. കണ്ടു നിൽക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ. 7ാം മാസം ആയതുകൊണ്ട് ഇച്ചിരി നടന്ന പോലെ ആവുമല്ലോ എന്ന് കരുതി. ഈ സാധനത്തിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഡോളിയും മുത്തും അത് കണ്ടപ്പോഴേ അതിലോട്ട് ചാടി കയറി കളിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വിരുന്നിന് വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ കുറച്ച് വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഇടയ്ക്ക് കൂടെ ഗംഗമോളും കയറി വന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കുറേ നടന്നു കേട്ടോ. നടക്കുന്ന വഴിക്കെല്ലാം പാർക്ക്, പിള്ളേർക്ക് കളിക്കേണ്ട പാർക്ക് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഡോളിയും മുത്തും കൂടെ ചാടി കയറുമായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കാണാൻ നല്ല രസമല്ലേ. വൈകുന്നേര സമയത്ത് ആ കാറ്റൊക്കെ കൊണ്ട് നടക്കാനും അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നു വരുന്ന വീഡിയോസും ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇരുട്ടി വരുന്നുണ്ട്. അവിടെ 7:30 വരെ ഉള്ളൂ കേട്ടോ സമയം. ഇരുട്ടാകുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി ഇരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കുഞ്ഞു പിള്ളേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഉണ്ണേട്ടൻ അത് കണ്ടപ്പോഴത്തേക്ക് തൂങ്ങാനൊരു ആഗ്രഹം കയറിയിട്ട് അതേ കയറി തൂങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പൊട്ടറ്റോ റോളിന്റെ കടയും ഉണ്ടായിരുന്നു, ഐസ്ക്രീം കടയും ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും പൊട്ടറ്റോ റോളിനായിരുന്നു തിരക്ക്. പൊട്ടറ്റോ റോള് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊടുവായൂരുള്ള ബേക്കറിയിലോട്ട് കയറി. സഹവ്യാഴത്തിന് ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പാലുണ്ടാക്കാമെന്നും കരുതി ഞങ്ങൾ അപ്പം മേടിക്കാൻ വേണ്ടി ബേക്കറിയിലോട്ട് കയറിയതാണ് കേട്ടോ. പക്ഷെ അപ്പം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ ഐസ്ക്രീം മേടിക്കാമെന്നും കരുതി നേരെ ഐസ്ക്രീമിൻ്റെ സൈഡിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വന്നത് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു അമ്മ. ഞങ്ങൾ ആരും ഇതിവിടെ കുടിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ആദ്യമായിട്ട് കുടിക്കാൻ പോവുകയാണ്. കോട്ടയത്തൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അമ്മയൊക്കെ ഇത് നേരത്തെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ പോയി വന്ന ക്ഷീണത്തിൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഈ സാധനം കുടിച്ചു. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.